എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ തന്നെ പൂർത്തിയായി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പ്രധാന കവാടത്തിന് മുൻപിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മഹിളാ സമ്മേളന വേദിയിലേക്കാണ് അദ്ദേഹം ഈ റോഡ് ഷോയോടുകൂടി എത്താൻ പോകുന്നത്. ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, സജ്ജീകരണങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു. എം ടി രമേശ് അടക്കമുള്ള പ്രവർത്തകർ, ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കന്മാർ ഇവിടെയുണ്ട്, മഹിളാ മോർച്ചയുടെ പ്രവർത്തകരുണ്ട്, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ ഉൾപ്പെടെയുള്ളവർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ ഒരു തൃശൂർ നഗരം ഇപ്പോൾ ഉള്ളത്. ശക്തന്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ പോവുകയാണ്. അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുന്ന വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ഉള്ളവരെ വേദിക്ക് ഉള്ളിലേക്ക് കയറ്റും. പ്രധാന വേദിയിൽ അദ്ദേഹം ഉൾപ്പെടെ 7-ലധികം വരുന്ന പ്രധാനപ്പെട്ട വനിതാ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ടുള്ള വനിതകൾ ആ വേദിയിലുണ്ടാകും. അദ്ദേഹവുമായി വേദി പങ്കിടുകയും ചെയ്യും. എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ചരിത്ര നിമിഷമാക്കാൻ ശക്തന്റെ മണ്ണ് തയ്യാറെടുക്കുകയാണ്. തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി. എന്തായാലും റോഡ് ഷോയോട് കൂടിയാണ് ഈ ഒരു വരവ് അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മണ്ണിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള മൂന്നാമത്തെ വരവ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ എണ്ണപ്പെടുന്ന ഒരു ഡസനിലധികം വരുന്ന കേന്ദ്ര പദ്ധതികൾ, ആ കേന്ദ്ര പദ്ധതികൾ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളിലേക്കും സ്ത്രീകളിലേക്കും എത്തിച്ചതിന്റെ ആത്മസമർപ്പണം അല്ലെങ്കിൽ അതിനൊരു നന്ദി അർപ്പിക്കുക കൂടിയാണ് തലസ്ഥാനത്തെയും ഒപ്പം തന്നെ തൃശ്ശൂരിലെയും സംസ്ഥാന വ്യാപകമുള്ള മഹിളാ മോർച്ച പ്രവർത്തകർ, മഹിളകൾ, വനിതകൾ എന്നുള്ളതാണ് ഈ നാരി ശക്തി സംഗമത്തോടുകൂടി ബി.ജെ.പി ഉദ്ദേശിക്കുകയും ചെയ്ത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ചരിത്ര സംഭവമാകാൻ പോകുകയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ വരവ്, ഈ യാത്ര, അതൊക്കെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടിയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി കണക്കിലെടുക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ, പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം മഹിളകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുമായി കൊമ്പുകോർത്ത് നിൽക്കുന്ന ഗവർണർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള നിലവിലെ സാഹചര്യങ്ങൾ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ഒപ്പം തന്നെ വിപുലമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് മുൻപിൽ സംസാരിക്കാനുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ 2 ലക്ഷത്തിലധികം വരുന്ന വനിതകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ മഹിളകൾക്ക് വേണ്ടി ഏതെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, സസ്പെൻസ് പ്രഖ്യാപനങ്ങൾ ഈ വേദിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരും രാഷ്ട്രീയ കേരളവും ഒക്കെ തന്നെ ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പല വേദികളിലും അപ്രതീക്ഷിതമായ പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്താറുണ്ട്. പല സസ്പെൻസുകൾ ഇട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ ചില സംഭവങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു റോഡ് ഷോയിൽ 1.5 കിലോമീറ്ററോളം വരുന്ന റോഡ് ഷോയിൽ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടക്കുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൊച്ചിയിലൊക്കെ കണ്ടതുപോലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഒപ്പം തന്നെ കളമശ്ശേരി അടക്കമുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ, സ്ഫോടനം ഉൾപ്പെടെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ ഒരു ശക്തന്റെ തട്ടകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ വിപുലമായ ആഘോഷങ്ങൾ, ഒരുപക്ഷെ ഒരു പൂരത്തിന് സമാനമായ സാഹചര്യം തന്നെയാണ് തൃശ്ശൂർ നഗരത്തിൽ ഇപ്പോൾ ഉള്ളത്. എന്തായാലും തൃശ്ശൂർ നഗരം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു പ്രധാന സേവകനെ കാണാൻ. ഒപ്പം തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. എന്തായാലും കൂടുതൽ പ്രഖ്യാപനങ്ങൾ, നടപടികൾ, പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ അതിനെ ഉറ്റുനോക്കുകയാണ് തൃശ്ശൂർ നഗരം. അനു.